സുഹൃത്തുക്കളെ, ആ മനോഹര സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. തൊമ്മൻകുത്ത്, ഇടുക്കി ജില്ലയിലാണ് തൊമ്മൻകുത്ത്. തൊമ്മൻകുത്തിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്നും 1 കിലോമീറ്ററോളം കാൽനടയായിട്ട് പോയാലേ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. പാസ് എടുക്കണം, അതിനുശേഷമായിരിക്കും മുന്നോട്ട് പോകുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ തൊമ്മൻകുത്ത് എന്ന് പറയുന്നത്. വനമേഖലയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏകാന്തത, പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചറിയാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാഴ്ചകളിലേക്ക് പോകാം. എൻട്രൻസിൽ തന്നെ റിസപ്ഷനുണ്ട്. റിസപ്ഷനിൽ നമ്മൾ പാസ് എടുക്കണം. 40 രൂപയാണ് അകത്ത് പ്രവേശിക്കുന്നതിനുള്ള ചാർജ്. ഇവിടെ നമുക്ക് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ഗൈഡുകളുണ്ട്. ഇവിടുന്ന് എൻട്രൻസിൽ 800 മീറ്റർ നടക്കണമെന്നാണ് അവർ പറഞ്ഞത്. പുഴയെ ഒഴുകുന്നതിൻ്റെ ആ ശബ്ദമാണ് നമ്മളെ വളരെ ആകർഷിക്കുന്നത്. കാട്ടിലൂടെയുള്ള ഈ നടത്തം മനസ്സിനെ വല്ലാതെ കുളിർമയേകുന്നു. തടി വീണ് കിടക്കുന്ന നോക്കും. ശാന്തസുന്ദരമായി കളകളാരവം മുഴക്കിക്കൊണ്ട് ആ പുഴയുടെ ഒഴുക്ക് കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല കുളിർമയാണ് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. തൊമ്മൻകുത്ത് അതിലൊന്നാണ്. ശനിയും ഞായറും ഒക്കെ ഇവിടെ വലിയ തിരക്കാണ്. ഞായറാഴ്ചയാണെങ്കിൽ പറയുകയും വേണ്ട, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. കൂടുതലായും വരുന്നത് വടക്കേന്ത്യക്കാരും വിദേശികളുമാണ്. നമ്മുടെ നാട്ടുകാർക്ക് ഇത് അറിയുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് ജീവിതത്തിലൊരു വലിയൊരു മിസ്സായി പോകും കേട്ടോ. ഈ വലിയ മരം, അതിൻ്റെ താഴത്ത് ഒരു ഗുഹ പോലെയാണ്. അതിന് താഴത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴയുണ്ടെങ്കിലും കൊള്ളത്തില്ല കേട്ടോ. നോക്കിയേ, എന്ത് മനോഹരമാണ്. പുഴ അങ്ങനെ ഒഴുകുകയാണ്. നല്ല കുളിർമയാണ്. വലിയ മരത്തിൻ്റെ താഴെ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടമാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് തേടി പിടിച്ച് നിങ്ങളെ കാണിക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് എന്ത് സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളത്. വലിയൊരു വള്ളിയായിട്ട് മുകളിലേക്ക് പോയിരിക്കുവാണ്. ഇവിടെ മനോഹരമായൊരു ചെറിയ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇത് വഴി തന്നെ ഉള്ളതാണ് കേട്ടോ. അതിങ്ങനെ ഒഴുകി ഇതിലേ വന്നിട്ട് ഇവിടെ ഒരു കോണി പാലമാണ്. മുളയാൽ നിർമ്മിച്ചൊരു പാലമാണിത്. ഇതിലൂടെ നമുക്ക് നടന്ന് പോകാം, അപ്പുറത്ത് കിടക്കാം. നടന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിനരികിലെത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നത് വെള്ളച്ചാട്ടം. കേരളത്തിലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത്. ഇവിടെ നിൽക്കുമ്പോൾ വളരെ എനർജിയാണ് അനുഭവപ്പെടുന്നത്. ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ഉന്മേഷം തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തൊമ്മൻകുത്തിലൊന്ന് സന്ദർശിക്കണം കേട്ടോ. അത്രയ്ക്ക് അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. കാട്ടിലൂടെയുള്ള യാത്ര, ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകളുമുണ്ട്. ഇക്കോ ടൂറിസമാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഒരുപാട് മരങ്ങളും സസ്യങ്ങളും ഒക്കെ കണ്ട് നമുക്ക് ഏകാന്തമായി നടക്കുമ്പോൾ മറ്റേതോ ലോകത്തെത്തിപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസംബർ മാസമായതുകൊണ്ട് വെള്ളത്തിൽ ഇച്ചിരി കുറവുണ്ട്. മഴക്കാലമാണെങ്കിൽ ഇവിടെയൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. മഴക്കാലമാണെങ്കിൽ ഈ പാറയുടെ മുകളിലൊന്നും കയറി നിൽക്കാൻ പാടില്ല. ഇതെല്ലാം കവിഞ്ഞാണ് വെള്ളം ഒഴുകുന്നത്. അത്രയ്ക്ക് വെള്ളച്ചാട്ടമാണ്. ഏതായാലും എന്ത് ഭംഗിയാണ്. അങ്ങോട്ടും നോക്കൂ. ഒഴിവ് സമയങ്ങളിൽ ചെലവഴിക്കാൻ പറ്റിയ ഒരു നല്ല പ്രദേശമാണ് തൊമ്മൻകുത്ത്. ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. അഫോർഡബിൾ ചാർജാണ്. ഞാൻ തിരക്കിയപ്പോൾ 1500 രൂപയ്ക്ക് 6 പേർക്ക് കിടക്കാവുന്ന ഡോർമെറ്ററിയാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൽ നിന്നും തൊട്ടടുത്ത് തന്നെ ചെറിയ ചെറിയ അരുവികളായിട്ട് വേറെയുമുണ്ട്. മീനുകളാണെങ്കിൽ ഒരുപാട് മീനുകളാണ്. കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടിനുള്ളിലൂടെ നടക്കുമ്പോൾ വേറെ രക്ഷയില്ല. ഇതേപോലെയുള്ള പാറയുടെ അടിയിൽ ഇങ്ങനെ നിൽക്കുക. എന്ത് രസമല്ലേ സുഹൃത്തുക്കളെ. നല്ല ഒരു വൈബുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. നോക്കൂ, കിളികളുടെ ശബ്ദമാണ് അവിടെ എല്ലാം കേൾക്കുന്നത്. കാടാണ്, മുഴുവൻ കാടാണ്. മുളയുണ്ട്, നാനാജാതി വൃക്ഷങ്ങളുണ്ട്. നമ്മൾ ഓരോ പ്രദേശത്ത് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള വൈബുണ്ട്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വൈബാണ്. കടൽ തീരത്ത് പോകുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ്. പക്ഷേ
ഇങ്ങനെയുള്ള പ്രകൃതിയുമായി അല്ലെങ്കിൽ വനത്തിനുള്ളിലൂടെ നടക്കണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള പ്രദേശം തന്നെ തിരഞ്ഞെടുക്കണം. മഴക്കാലത്ത് കടപുഴകി വീഴുന്ന വൃക്ഷങ്ങളെല്ലാം ഇവിടെ വന്ന് കിടക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ കൂടെയൊക്കെ കയറി നമുക്ക് നടക്കാം. ഒരു പിക്നിക്കിനുള്ള സ്പോട്ടാണിത്. നമ്മൾ ഭക്ഷണമൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരുന്നൊക്കെ കഴിക്കാം. പുഴ ഒഴുകുന്ന ആ സൈഡിലൂടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, വിശ്രമിക്കാം. തൊമ്മൻകുത്ത് എന്ന് പറയുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലാണ്. തൊടുപുഴയിൽ നിന്നും 22 കിലോമീറ്റർ മാറിയാണ് ഈ തൊമ്മൻകുത്ത് വരുന്നത്. തൊമ്മൻകുത്തിൻ്റെ വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വെള്ളം വന്ന് വീഴുന്ന, വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ആ പുഴ വന്ന് വീഴുന്ന പ്രദേശവും കൂടാതെ വെള്ളക്കെട്ടുള്ള പ്രദേശവും കാണാം. ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ ആഴം കുറവാണ്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിനും ശക്തി കുറവാണ്. പക്ഷേ മഴക്കാലമായാൽ ഇതിൻ്റെ ഗതി തന്നെ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ അത്യാവശ്യം കടകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചായ, സ്നാക്സ്, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഒരു കടയാണിത്. ഇവിടെ ഹോം സ്റ്റേയും ലഭ്യമാണെന്നുള്ളതാണ്. കുടുംബമായിട്ടും ഹണിമൂൺ ട്രിപ്പിനൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഹോം സ്റ്റേകൾ അഫോർഡബിൾ റേറ്റിന് ലഭ്യമാണ്. തൊമ്മൻകുത്ത് എത്തുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ശാന്തമായ ഒരു പുഴയാണ്. അതിൻ്റെ പേരാണ് വള്ളക്കടവ് പുഴ. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേന് രണ്ട് സൈഡിലും കാടാണ്. തൊമ്മൻകുത്തിലോട്ട് പോകുന്ന വഴി കുറച്ച് അധികം കാട് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഫോറസ്റ്റിനിടയിലൂടെയുള്ള ഈ റോഡ് നല്ല റോഡാണ് കേട്ടോ, നല്ല രസമാണ്. എന്ത് ഭംഗിയെന്ന് നോക്കി, ഏകാന്തമായ ഡ്രൈവിങ്. ഇരുവശങ്ങളിലും ഫോറസ്റ്റാണ്. നമുക്ക് ഫോറസ്റ്റിലൂടെയുള്ള ആ ഒരു യാത്ര എത്ര മനോഹരമാണെന്ന് നോക്കി. റോഡ് നല്ല റോഡാണ്, അത്യാവശ്യം നല്ല റോഡാണ്. ഇടയ്ക്ക് മാത്രം 2-3 സ്ഥലങ്ങളിലേ ഉള്ളൂ റോഡ് വർക്ക് നടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇതേപോലെ തന്നെയാണ്. തൊടുപുഴയിൽ നിന്ന് വരുന്ന വഴി തണ്ണീർമുക്കം ബണ്ടിൻ്റെ കാഴ്ചയാണ്. ഇവിടെ ഒന്ന് കയറി. ഇവിടെ നല്ല വൈബാണ് വൈകുന്നേര സമയങ്ങളിൽ. നോർമൽ ടീ. കടയുടെ പേരെന്താ? ഓൾഡ് സ്കൂൾ ടീ ആണ്. ഒരു ചായ കുടിക്കാം. തൊമ്മൻകുത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സിതംഗം. ടേക്ക് കെയർ. ബൈ ബൈ.